പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നല്ല സായാഹ്നത്തിൽ നല്ലവനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ ബലി അർപ്പിക്കാൻ ഈ ദിവസവും അവിടുന്ന് തന്നെ അനുവദിച്ചു. ഇപ്പോൾ ഞാൻ ഉറക്കമുണരുമ്പോഴാണ് കേൾക്കുന്നത്, ഒരു വലിയ അത്ഭുതം നടന്നിരിക്കുന്നു. നമ്മുടെ വട്ടോളി അച്ഛൻ വികാരിസ്ഥാനം രാജിവെച്ചിരിക്കുന്നു. ആരോ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു സെനഡ് കുർബാന വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് തുടർന്ന് വലിയൊരു അത്ഭുതം കാണാൻ പറ്റും. കാരണം ആകാശക്കോടാലി പുറപ്പെട്ടിരിക്കുന്നു. ഒത്തിരി താമസിക്കാതെ ഈ കോടാലി പലരെയും മുറിച്ച് താഴെയിടും. ഉറപ്പാണ്. പുരോഹിതരുടെ പടലിക്ക് തന്നെ അത് വീഴും. കാരണം അവർ വാക്ക് പറഞ്ഞത്, അവർ വാഗ്ദാനം ചെയ്തത്, സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവത്തോട്. അതുകൊണ്ട് ആ വാഗ്ദാന ലംഘനം നടക്കുമ്പോൾ അതിൻ്റെ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളുണ്ടാകും. അതിനനുസരിച്ചുള്ള വല്ലാത്തൊരു ഭീകരത അനുഭവിക്കേണ്ടി വരും. ആ അനുഭവിച്ച് വിഷമിക്കുമ്പോൾ ഒന്നായി ഇനി ഇത് വേണ്ട. വളരെ സന്തോഷം. വട്ടോളി അച്ഛൻ എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. ഇതുപോലെ ഇനി പുറകെ വരട്ടെ. ഈ കൊടിയ തിന്മയിൽ നിന്ന് മാറാൻ പറ്റത്തില്ലെങ്കിൽ ഇട്ടിട്ട് പോവുക. അതിനെല്ലാം കാരണക്കാർ ഈ പിതാക്കന്മാരാണ്. ഏതായാലും ഞങ്ങൾക്കൊരു കാര്യം നല്ല ഉറപ്പുള്ള വിശ്വാസമുണ്ട്. പിതാക്കന്മാരും ഒന്നും വിശ്വാസമില്ല. എന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അവർക്ക് കിട്ടിയ പദവി എന്നും പോകാതെ അവരിങ്ങനെ പുട്ടടിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയാണ്. വളരെ വിശുദ്ധരെന്ന്, കാര്യപ്രാപ്തിയുള്ളവരെന്ന്, മിടുക്കന്മാരെന്ന്, തൻ്റേടികളെന്ന്, കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ കഴിയുന്നവരാണെന്ന് ഞങ്ങൾ വിശ്വസിച്ച എല്ലാവരെയും സാത്താൻ എടുത്തിട്ട് കൊട്ടുകയാണ്. കൈ നിറച്ച് കാശ് വാങ്ങിച്ചവരുണ്ടെന്ന് കേൾക്കുന്നു. ചില ആശുപത്രികൾക്കൊക്കെ ഒരുപാട് കടം വന്നിട്ട് ആ കടം മുഴുവൻ വീട്ടുന്ന കാശ് കൊടുത്തു എന്ന് കേൾക്കുന്നു. കോടികളാണ്. കൃത്യമായി തെളിവില്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി വല്ല കേൾവിയായി പറഞ്ഞത്. അതുപോലെ കാശിന് കൈനീട്ടിയവനെല്ലാം കർത്താവായിരുന്നു കയ്യിലിരുന്നത്. കാശിന് വേണ്ടി കൈനീട്ടിയപ്പോൾ കയ്യിലുള്ള കർത്താവിനെ വിട്ടിട്ട് കാശ് പിടിക്കാൻ പോയി, അധികാരം പിടിക്കാൻ പോയി, സ്ഥാനമാനങ്ങൾ പിടിക്കാൻ പോയി. ദൈവജനത്തെ ഹോൾസെയിലായിട്ട് സാത്താന് വേണ്ടി വാങ്ങിക്കൊടുക്കുന്നു. സ്വർഗത്തിലേക്ക് പോകാൻ വന്നവർക്ക് വഴി തിരിച്ചു വിട്ട് നരകത്തിലേക്ക് വിടുന്ന അവസ്ഥ. പിതാക്കന്മാരെ, നിങ്ങളെങ്ങനെ ഇതിനൊക്കെ ദൈവസന്നിധിയിൽ കണക്ക് പറഞ്ഞ് തീർക്കും? ദൈവം നിങ്ങളെ വിടുമെന്ന് വെറുതെ ചുമ്മാതെ പൊക്കുമെന്ന് പറയുമോ? നിങ്ങളൊക്കെ സ്വർഗത്തെപ്പറ്റി പറയുകയുള്ളൂ. പക്ഷേ പാവപ്പെട്ട ജനം സ്വർഗത്തിൽ കയറും. അതിന് സ്വർഗം സ്വീകരിക്കാനുള്ള ഭാഗ്യം പാവപ്പെട്ടവരായ ഞങ്ങൾക്കുണ്ടെന്നേ. അത് ഞങ്ങളുടെ യോഗ്യതയൊന്നുമല്ല, ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു. നിങ്ങളുടെ അധികാരത്തിൽ നിങ്ങൾ ദൈവത്തെ വിട്ടിട്ട് സാത്താൻ്റെ പിന്നാലെ പോയിരിക്കുന്നു. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും വരും, പല അച്ഛന്മാർ വരും. കാരണം സ്വർഗത്തിൽ നിന്ന് തമ്പുരാൻ്റെ കോടാലി പുറപ്പെട്ടിട്ടുണ്ട്. പലരെയും എടുത്തുകൊണ്ടേ പോകത്തുള്ളൂ. കാരണം നരകവാതിലുകൾ പ്രബലപ്പെടുകയില്ല എന്ന് ദൈവവചനത്തിൽ എഴുതി വച്ചിട്ട് അത് വായിക്കുകയും പഠിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത ഈ അന്ധകാരത്തിൻ്റെ വഴിയിൽ നിൽക്കുന്ന ഈ പിതാക്കന്മാർ, വെളിവും ബോധവും നഷ്ടപ്പെട്ടവർ. ഏതായാലും ഒരുപാട് സംസാരിക്കുന്നില്ല. കാരണം ഇത് ഒരുപാട് സംസാരിക്കേണ്ട, വേറെ ഒത്തിരി പേര് സംസാരിക്കാനുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ആ ജോസ് മാണിപ്പറമ്പിൽ അച്ഛനെ പോലെ വിശുദ്ധരായ വൈദികർ ആത്മാവിനെ സാത്താന് കൊടുക്കാതെ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റു പലരുമുണ്ട്. എല്ലാവരുടെയും പേരൊന്നും പറയുന്നില്ല. കഴിഞ്ഞ ദിവസം ഷൈജു ആൻ്റണി പറഞ്ഞൊരു വാക്ക് കേട്ടിട്ട് എന്തൊരു കഷ്ടമായി. മനുഷ്യൻ പറഞ്ഞു, പോലീസുകാരെ വിളിച്ചു കൊണ്ടുവന്ന് പിതാവ് അവിടെ ബലി അർപ്പിച്ചതാണ് തെറ്റായ ബലിയെന്ന് അവൻ പറഞ്ഞു. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ തടസ്സം നിന്നവരെ മാറ്റിയിട്ട് കർത്താവിൻ്റെ ബലി അർപ്പിച്ച ബലിയാണ് തെറ്റായ ബലി. അതിൻ്റെ പരിഹാരമായിട്ടുള്ള ആരാധനയാണ് നടന്നതെന്ന് ഈ മനുഷ്യനെ ദൈവം ശിക്ഷിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതല്ലാതെ എന്താ പറയുക? ഒന്നും പറയാൻ നിവൃത്തിയില്ല. ഏതായാലും ഷൈജു ആൻ്റണി, നീ മരിക്കുന്നതിന് മുമ്പ് നീ കണ്ടിരിക്കും സകല ഇടവകകളിലും സഭയുടെ ബലി അർപ്പിക്കുന്നത്.
നിനക്കിഷ്ടമില്ലെങ്കിൽ നീ എന്തിനാ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സഭയുടെ ബലി അർപ്പിച്ച് മരിച്ചുപോയ തലമുറകളും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറകളുമൊക്കെ ഈ സിമിത്തേരിയിൽ അടക്കപ്പെടുമ്പോൾ നിൻ്റെ ശവം പോലും അവിടെ അടക്കിയാൽ അവിടെ കിടക്കാനൊക്കത്തില്ലല്ലോ നിനക്ക്. വിശ്വാസികളായി മരിച്ചുപോയവരെല്ലാം കൂടി നിന്നെ ഓടിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക. കൊടിയ തിന്മയിലും വഞ്ചനയിലുമായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, മുട്ടുമടക്കാൻ കഴിവില്ലെങ്കിൽ ഇടിക്കുന്നത് തലയാണ്. തല ഇടിച്ചു കഴിഞ്ഞാൽ അത് ഭീകരമായ അപകടത്തിലേക്ക് വരും. ഏതായാലും വാക്ക് നിർത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞാനിതിടുമ്പോൾ എന്നെ കുറച്ച് ചീത്ത പറയാൻ കുറേ ആൾക്കാർ വരും. സഹോദരങ്ങളെ, നിങ്ങൾക്കും സ്വാഗതം. നിങ്ങളൊക്കെ ഇപ്പം മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പാമ്പാറ അച്ഛൻ്റെ മേലുള്ള സകല നീക്കങ്ങളും മാറ്റി സസ്പെൻഷനാണ്, പിരിച്ചുവിടുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്താ ഇപ്പോൾ ഇതെല്ലാം മാറുന്നത്? ഉന്നതങ്ങളിലൊരു ദൈവമുണ്ടെന്നുള്ള ബോധം കിട്ടിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിന് മഹത്വവും മനുഷ്യന് നന്മയും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ആമേൻ. കഴിയുന്നവരൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ.